അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ പ്ലസ് ഇടുന്നിടത്ത് മൈനസ് ഇട്ടുണ്ടാവും, മൈനസ് ഇടുന്നിടത്ത് പ്ലസ് ഇട്ടുണ്ടാവും. ഇനി എൻ്റെ ബോർഡ് എക്സാം പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒരു കാരണവശാലും നിങ്ങൾ 2.25 മണിക്കൂർ കഴിഞ്ഞാൽ, അതായത് 2.5 മണിക്കൂറാണ് പരീക്ഷ അല്ലേ, നിങ്ങളുടെ ടോട്ടൽ 2.5 മണിക്കൂറാണ് പരീക്ഷ. ആ 2.5 മണിക്കൂർ പരീക്ഷയിൽ 2.25 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എഴുതരുത്. ഒരു കാരണവശാലും നിങ്ങൾ എഴുതരുത്. 2.25 മണിക്കൂറേ നിങ്ങൾ പരീക്ഷ എഴുതാമോ. അതായത് 3 മണിക്കൂർ പരീക്ഷയാണെന്നിരിക്കട്ടെ, 2.25 മണിക്കൂറിന് നിങ്ങൾ പരീക്ഷ തീർത്തിരിക്കണം. എത്രയാണോ ടോട്ടൽ ടൈം ഫോർ യുവർ എക്സാം, അതിൻ്റെ 15 മിനിറ്റ് മുമ്പ് നിങ്ങൾ എക്സാം റൈറ്റിംഗ് നിർത്തിയേക്കണം. നിങ്ങൾ ആദ്യം എഴുതുന്ന ഉത്തരം നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ടായിരിക്കാം എഴുതേണ്ടത്. അതല്ലാതെ ഒന്നാമത്തെ ഉത്തരം ആദ്യം എഴുതാം, രണ്ടാമത്തെ ഉത്തരം രണ്ടാമത് എഴുതാം, അങ്ങനെ ഒരു തിങ്കിങ് അരുത്. നിങ്ങൾക്ക് ഏത് സെക്ഷനിലെ ഏത് ഉത്തരമാണോ ഏറ്റവും നന്നായി എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, ആദ്യത്തെ ഒരു റീഡിംഗ് ടൈം 15 മിനിറ്റ് ഉണ്ടല്ലോ, ആ റീഡിംഗ് ടൈമിൽ നിങ്ങൾ ഉറപ്പിച്ചേക്കണം ഏറ്റവും ആദ്യം എഴുതേണ്ട ഉത്തരങ്ങൾ ഏതൊക്കെ. അത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ എഴുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ. ഏറ്റവും ആദ്യം എഴുതേണ്ട ഉത്തരങ്ങൾ ആദ്യം തന്നെ എഴുതി പോകണം. അതായത് അവസാനമാകുമ്പോൾ ഇന്നത് എനിക്കറിയാം, അത് എഴുതാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് അവസാനത്തെ 15 മിനിറ്റ് യൂട്ടിലൈസ് ചെയ്യരുത്. അപ്പം നിങ്ങൾ ആദ്യത്തെ 15 മിനിറ്റ് റീഡിംഗ് ടൈമിൽ ചോദ്യപേപ്പർ മുഴുവനായി വായിച്ച് ഏറ്റവും നന്നായി നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ള ആ ചോദ്യങ്ങൾ ടിക്ക് ചെയ്ത് വെക്കുകയും നിങ്ങൾ ആദ്യം അത് എഴുതുകയും ചെയ്യണം. അത് എഴുതിയതിനു ശേഷം നിങ്ങൾ അടുത്ത് എഴുതി വന്ന് എത്ര മണിക്കൂറാണോ പരീക്ഷയുള്ളത് അതിൻ്റെ 15 മിനിറ്റ് മുമ്പ് നിങ്ങൾ പരീക്ഷ നിർത്തിയേക്കണം. എന്നിട്ട് എഴുതിയതെല്ലാം ഒരു റൗണ്ടും കൂടെ വായിക്കണം. കാരണം നമ്മൾ എഴുതുമ്പോൾ നമ്മൾ പല വേർഡ്സും സ്കിപ്പ് ചെയ്ത് പോകും. കാരണം നമ്മൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, ആ വേർഡും ആ ആശയമൊക്കെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ എഴുതിയപ്പോൾ നമുക്ക് സ്പീഡ് കൂടിയതിൻ്റെ ഭാഗമായിട്ട് ആ വേർഡ് അവിടെ എഴുതാൻ മറന്നു പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. ആ വിട്ടുപോയ ആ വേർഡ് ഉണ്ടല്ലോ, അത് നമുക്ക് എഴുതാനുള്ള സമയമാണ് പിന്നീടുള്ള 15 മിനിറ്റ്, ലാസ്റ്റുള്ള 15 മിനിറ്റ്. അപ്പോൾ ആ വിട്ടുപോയ വാക്കുകൾ, ഇനി നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ആണെങ്കിൽ കാൽക്കുലേഷൻസ് നമ്മൾ വർക്കിംഗ് കോളത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിങ്ങോട്ട് എടുത്ത് എഴുതിയപ്പോൾ തെറ്റുപറ്റിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ പ്ലസ് ഇടുന്നിടത്ത് മൈനസ് ഇട്ടുണ്ടാവും, മൈനസ് ഇടുന്നിടത്ത് പ്ലസ് ഇട്ടുണ്ടാവും. ഇങ്ങനെയുള്ള തെറ്റുകളെ ഓരോ ചൂണ്ടുവിരൽ വെച്ച് നമ്മൾ പേപ്പറിൻ്റെ ഓരോ വരി ഇങ്ങനെ വായിക്കണം. ഈ 15 മിനിറ്റിൽ. എന്നിട്ട് അവിടെ പറ്റി എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള 15 മിനിറ്റാണ്. കാരണം നമ്മൾ ഏറ്റവും നന്നായി അറിയുന്ന, ഏറ്റവും നന്നായി എഴുതാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഉത്തരങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ ഉത്തരപേപ്പറിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ അവസാനത്തെ 15 മിനിറ്റും കൂടി എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് വിടാം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ കറക്ഷൻ സാധിക്കില്ല. ആയതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് അവിടെയൊക്കെ നഷ്ടപ്പെടും. സോ നെഗ്ലിജൻസ് മിസ്റ്റേക്ക്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒമിഷൻ സംഭവിക്കുന്ന വേർഡ്സ്, ഇതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള സമയമാണ് ലാസ്റ്റ് 15 മിനിറ്റ്. അതിനുവേണ്ടി ലാസ്റ്റ് 15 മിനിറ്റ് നിങ്ങളുടെ ഉത്തരപേപ്പർ നിങ്ങൾ തന്നെ വായിച്ചേക്കണം. അത് നിർബന്ധമായിട്ടും ചെയ്യണം.